ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളാണ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരായ ആരോപണം കൂടി വന്നതോടെ സർക്കാരും ഒപ്പം ചലച്ചിത്ര അക്കാദമിയും പ്രതിരോധത്തിലായിട്ടുണ്ട്. ബംഗാളി നടി ശ്രീലേഖ മിശ്രയാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. പലേരി മാണിക്യം എന്ന സിനിമയിലെ പ്രാഥമിക ചർച്ചകളിൽ രഞ്ജിത്ത് മോശമായി ഇടപെട്ടു എന്നായിരുന്നു ആരോപണം. ഇതിന് പിന്നാലെ രഞ്ജിത്ത് രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്നാൽ രഞ്ജിത്തിനെ വെള്ളപൂശുന്ന നിലപാടുമായാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത്. രഞ്ജിത്തിന് കവചം തീർക്കുകയാണ് സർക്കാർ. അത്തരത്തിൽ അനുകൂലവും പ്രതികൂലവുമായ ചില പ്രതികരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ആദ്യം അതിലേക്കാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമാണ് ആദ്യം. പരാതി വരാതെ ക്രോശിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുണ്ടല്ലോ. അത് പരിശോധിച്ചിട്ട് ഒരു തീരുമാനം പറയാം. സർക്കാർ പ്രതിനിധിക്കെതിരെ ഒരു ആരോപണം. അതെ, അത് സംബന്ധിച്ച് പരാതി രേഖാമൂലം വരട്ടെ. വന്നതിന് ശേഷം അത് പരിശോധിക്കാൻ തയ്യാറാവുമെന്ന് പറഞ്ഞല്ലോ. പരാതി വന്നാൽ രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടാവും. അല്ല, അത് പരിശോധിച്ചിട്ട് ആവശ്യം കുറ്റക്കാരനാണെങ്കിൽ നമുക്ക് നന്നായി ആലോചിക്കേണ്ട കാര്യം. ആരോപണം വന്ന സ്ഥിതിക്ക് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ആരോപണം മാത്രം കൊണ്ടൊരു വിഷയം തിരുന്നില്ലല്ലോ. ആരോപണത്തിന് അടിസ്ഥാനം എന്താണെന്നുള്ളത് പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റാണ്. അത് പരിശോധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറ്റം തെളിഞ്ഞാൽ ഒരു ഉന്നതനായ ഏത് ഉന്നതനാലും സംരക്ഷിക്കപ്പെടില്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. സജി ചെറിയാൻ പറയുന്നത് ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും രഞ്ജിത്തിനെ വെള്ളപൂശുന്ന നിലപാടിലാണ് അദ്ദേഹം സംസാരിച്ചത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഇന്നുണ്ടായത്. ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണമാണ്. അതായത് രഞ്ജിത്ത് രാജിവെക്കണം എന്ന കാര്യമാണ് വി ഡി സതീശൻ ഉയർത്തുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഞാൻ കരുതുന്നത്. പിന്നെ മന്ത്രി സജി ചെറിയാൻ ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ, വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ, നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സാധനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി. വി ഡി സതീഷിന്റെ പ്രതികരണമാണ് കണ്ടത്. അതോടൊപ്പം രഞ്ജിത്ത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന അഭിപ്രായം രാഷ്ട്രീയ മേഖലയിൽ നിന്ന് മാത്രമല്ല സിനിമാ മേഖലകളിലെ പ്രമുഖരും അത്തരത്തിൽ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണ വിധേയനായ അദ്ദേഹം രാജിവെക്കണമെന്നും സംശുദ്ധത തെളിയിക്കണമെന്നുമായിരുന്നു സംവിധായകൻ ഭദ്രന്റെ പ്രതികരണം. അതിലേക്ക് അദ്ദേഹം ഇപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള വിവരം നമുക്കറിയില്ല. പക്ഷെ തൽക്കാലം ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, ഇപ്പം കേവലം ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് മാത്രമല്ലല്ലോ, ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒന്ന് താഴെ നിൽക്കണം എന്നുള്ളതാണ്. അല്ലെ, ആ സ്ഥാനത്തിൻ്റെ ആ ഒരു പൊസിഷൻ്റെ ഗൗരവം കൂടെ നമ്മളൊന്ന് മാനിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ഒന്ന് താഴെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് സംശുദ്ധി വരുത്തിയതിന് ശേഷം അതൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം അതിനുവേണ്ടി നമ്മുടെ സാംസ്കാരിക മന്ത്രി ഈ തൊടുത്ത് വിടുന്ന ചില വാക്കുകൾ വളരെ ശോചനീയമാണ്. രഞ്ജിത്തിനൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രിക്കെതിരെയും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഞെട്ടിക്കുന്ന ആരോപണമാണെന്നും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച നടപടി വേണമെന്നുമാണ് നടി ശ്വേതാ മേനോൻ പ്രതികരിച്ചത്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടി ബംഗാളിൽ നിന്ന് വന്നിട്ടും പറയാതെ ഇരുന്നു. അത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയണത്. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ആ കുട്ടി ഈ ഒരു ധൈര്യം എടുത്ത് ഇന്ന് മുന്നോട്ട് വന്നു. അതുകൊണ്ട് എന്താ പറയുക, കുറേ പെണ്ണുങ്ങളും സ്ത്രീകളെല്ലാം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂപ്പര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി മൂപ്പരെ പണിഷ്മെന്റ് ചെയ്യണ്ടേ, പണിഷ് കൊടുക്കണ്ടേ. അതാ ഞാൻ പറഞ്ഞത്, അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ, അതല്ല ഏത് കേസാണെങ്കിലും ഐ തിങ്ക് നിലപാടും നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.
അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. രഞ്ജിത്ത് വേട്ടക്കാരനാണെന്ന ഒരു തുറന്നുപറച്ചിലുമായിട്ടാണ് എഴുത്തുകാരി എത്തിയത്. അത്തരത്തിലുള്ള അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന തുറന്നുപറച്ചിലാണ് എഴുത്തുകാരി MA ഷഹനാസിൽ നിന്നുണ്ടായത്. ആ പ്രതികരണത്തിലേക്ക് കൂടി. വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ പോസ്റ്റ് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഇപ്പോൾ ഒരു യുവതി അദ്ദേഹത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ നടത്തിയപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹം വേട്ടക്കാർക്കൊപ്പമല്ല, അദ്ദേഹവും ഒരു വേട്ടക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അത്തരത്തിൽ ഈ രഞ്ജിത്തിന്റെ എത്രയും വേഗം രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്ന് നിരവധി ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ ആരോപണവും ഇത്തരത്തിൽ രാജി ആവശ്യവും ഒക്കെ ഉയരുമ്പോൾ രഞ്ജിത്തിനൊപ്പമെന്ന് സർക്കാർ വീണ്ടും വീണ്ടും പറയുകയാണ്. എത്ര നാൾ ചലച്ചിത്ര അക്കാദമി ചെയർമാന് സർക്കാരിന് കവചമൊരുക്കാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അറിയണം. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇനി ഇക്കാര്യത്തിൽ നിർണായകമാകുക. ഇനി സർക്കാരിന്റെ തുടർ നീക്കം എന്താകും എന്ന് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സേവ് സെയിൻ ലാബ്ദീൻ ആ കാര്യങ്ങൾ വിശദീകരിക്കും. ബംഗാളി നടിയുടെ ആരോപണം ഉയർന്നു വന്ന് 24 മണിക്കൂർ കഴിയുന്നു. രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബംഗാളിൽ നിന്നുള്ള ആ നടി ഉന്നയിച്ചത്. അത് ഉയർന്നു വന്ന് രഞ്ജിത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അത് നിഷേധിക്കുന്നുണ്ട്. അവർ കേരളത്തിലേക്ക് വന്നിരുന്നു. ആ സിനിമയും പാലേരി മാണിക്യ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് വന്നത്. പക്ഷേ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ക്യാരക്ടർ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് അവർക്ക് സിനിമയിൽ അവസരം നൽകാതിരുന്നത്. അല്ലാതെ അവർ ഉന്നയിക്കുന്ന പോലെ താൻ അവർ ശരീരത്തിൽ സ്പർശിക്കുകയോ ഏതെങ്കിലും തരത്തിൽ മോശമായി ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇതായിരുന്നു രഞ്ജിത്തിൻ്റെ വിശദീകരണം. അത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരോട് രഞ്ജിത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ വിവാദം രാവിലെ കത്തിപ്പടരുകയാണ് ചെയ്തത്. നടി വീണ്ടും രംഗത്ത് വന്നുകൊണ്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് പരാതി വരട്ടെ, പരാതി വന്നാൽ അത് പരിശോധിക്കാം എന്നുള്ളതാണ്. പൂർണ്ണമായ സംരക്ഷണം രഞ്ജിത്തിന് ഒരുക്കുകയാണ് മന്ത്രി ചെയ്തത്. രഞ്ജിത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളാണ് എന്ന് വരെ സാംസ്കാരിക മന്ത്രി പറഞ്ഞു. ഈ വിവാദത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെയാണ് അദ്ദേഹം ഈ സംസാരം മുഴുവൻ നടത്തിയത്. എന്നിട്ട് പരാതി വരികയാണെങ്കിൽ അതിനകത്ത് സംസ്ഥാന സർക്കാർ ആ ഘട്ടത്തിൽ ഇടപെടും, അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശദീകരിച്ചാണ് മന്ത്രി രാവിലെ പോയത്. പിന്നീട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. തെറ്റ് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും, രഞ്ജിത്തിനെതിരായ ആരോപണം തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടി ഉണ്ടാകുമെന്ന് ഫേസ്ബുക്കിൽ പിന്നീടും കുറിച്ചു. അപ്പോഴും ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കണമെങ്കിൽ പരാതി വേണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പരാതി നൽകാൻ വേണ്ടി കേരളത്തിലേക്ക് നിലവിൽ വരാൻ വേണ്ടി താൻ ആലോചിക്കുന്നില്ല. അത് താൻ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്തുണയുണ്ടെന്നുണ്ടെങ്കിൽ പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു പിന്തുണ അവർക്ക് നൽകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അവരോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രഞ്ജിത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണം എന്ന ആവശ്യം ഇതിനിടെ പ്രതിപക്ഷമടക്കം ഉന്നയിക്കുകയും ചെയ്തു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്ന ആൾക്കാരെല്ലാം രഞ്ജിത്ത് മാറണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പ്രതികരിക്കാതിരിക്കുന്നവർ കൂടുതലുണ്ട്. അത് വേറൊരു വസ്തുത. രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഈ പ്രതികരിക്കാതിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വന്ന് രഞ്ജിത്തിനെ അനുകൂലിച്ച് പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ രഞ്ജിത്തിന് അനുകൂലമാണെങ്കിൽ പോലും പരസ്യമായ പ്രതികരണത്തിന് തയ്യാറാവാത്തത്. രാഷ്ട്രീയമായ സമ്മർദ്ദവും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള സമ്മർദ്ദവും സംസ്ഥാന സർക്കാരിനുണ്ട്. പ്രതിപക്ഷമാണെങ്കിൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് അടക്കം മുന്നോട്ട് വെച്ചു. യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സമരം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് സജി ചെറിയാൻ്റെ ഔദ്യോഗിക വസതിയിൽ സമരം സംഘടിപ്പിച്ചു. വയനാട്ടിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചെയർമാൻ അക്കാദമിയുടെ ബോർഡ് അത് ഒഴിവാക്കുകയും ചെയ്തു. അതിനിടയിൽ വലിയ അഭ്യൂഹം പുറത്തു വന്നു. അദ്ദേഹം രാജിവെക്കുകയാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹം പുറത്തു വന്നു. അപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനി തീരുമാനമെടുക്കേണ്ടത് രഞ്ജിത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആണ്. സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാവുന്ന ഈ ഘട്ടത്തിൽ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കണ്ട എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കാൻ സന്നദ്ധമാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം അറിയിക്കുകയാണെന്നുള്ളത് ഒരുപക്ഷെ രാജി സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ രാജി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തായാലും പ്രതിഷേധം സംസ്ഥാന സർക്കാർ നേരിടേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ CPI-യുടെ AYF-ന്റെ ഭാഗത്ത് ഒരു എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. മുന്നണിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലതെന്ന നിലപാടാണ് ഉള്ളത്. ഇടതുപക്ഷ പുരോഗമന സർക്കാരിൻ്റെ നിലപാട്, സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് രഞ്ജിത്തിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് രഞ്ജിത്തിനെ മാറ്റുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം
മുന്നണിക്കുള്ളിൽ ഒരു വിഭാഗത്തിനുണ്ട്. ഇതിനിടയിൽ കൊച്ചിയിൽ വെച്ച് AYF ഒരു നേതൃയോഗം ചേർന്നുകൊണ്ട് രഞ്ജിത്തിനെതിരായ സമരം ശക്തമാക്കാൻ വേണ്ടിയുള്ള തീരുമാനം പരസ്യമായി എടുക്കുകയാണ്. അതായത് മുന്നണിക്കുള്ളിൽ തന്നെ രഞ്ജിത്ത് തുടരുന്നതിൽ എതിർപ്പ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിനകത്ത് നിർണായകമാകുന്ന തീരുമാനമെടുക്കേണ്ടത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സിനിമാ സാംസ്കാരിക മേഖലയുടെ ഭാഗത്തു നിന്നുമെല്ലാം സൈൻലാബ്ദീൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമായിരിക്കും ഇനി നിർണായകമാവുക. രഞ്ജിത്ത് തുടരുമോ അതോ രാജിവെക്കുമോ എന്നറിയേണ്ടതുണ്ട്.